ഞങ്ങൾ കേരളത്തിൽ താമര വിരിയിച്ചില്ലെങ്കിലും ആനവിലാസത്ത് കിടുക്കാച്ചി ഏലം വിളയിച്ചു. വെള്ളാപ്പള്ളി കുടുംബം ഈഴവ സമുദായാംഗങ്ങളെ മാത്രമല്ല പറ്റിക്കുന്നത്, കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ പറ്റിക്കുകയാണെന്ന് അഭിപ്രായപ്പെടുകയാണ് SNDP യോഗം മുൻ വക്താവ് അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ. അപ്പൻ ഇടതുപക്ഷത്തിനൊപ്പവും മകൻ BJPക്കൊപ്പവും നിന്ന് കുടുംബസ്വത്ത് സംരക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെ കണിച്ചിക്കുളങ്ങര ജനതാ പാർട്ടിയാക്കുകയാണ് ഇവർ ചെയ്തത്. BDJS ബാന്ധവം അറുത്തുകളയാതെ കേരളത്തിൽ BJP രക്ഷപ്പെടില്ല എന്നും അഭിപ്രായപ്പെടുകയാണ് അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ. അതുപോലെ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് BDJS സ്ഥാനാർത്ഥികൾക്ക് ചിലവഴിക്കുവാനായി ഇലക്ഷൻ ഫണ്ടായി കേന്ദ്രം കൊടുത്ത കോടികൾ മുക്കി ഇടുക്കി ജില്ലയിൽ ചക്കുപുള്ളം വില്ലേജിൽ ആനവിലാസത്ത് ഗൂഡല്ലൂർ സ്വദേശികളായ രജനി അമ്മാളുടെ പക്കൽ നിന്നും 36 ഏക്കർ തുഷാർ വെള്ളാപ്പള്ളിയുടെ മകൻ ദേവ് തുഷാറിന്റെ പേരിലും കമ്പം സ്വദേശികളായ ഡോക്ടർ സുമയുടെ പക്കൽ നിന്നും 6.5 ഏക്കർ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശന്റെ പേരിലും ഡിസംബർ 2, 2019 തീറാധാരം ചെയ്തതായുള്ള രേഖകൾ സന്തോഷ് കുമാർ എന്ന് പുറത്തുവിടുകയാണ്. വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തനായ ശ്രീപാദം ശ്രീകുമാറിന്റെ വിവരാവകാശ അപേക്ഷ പ്രകാരം ലഭിച്ചതാണ് ഈ രേഖകൾ. ആനവിലാസത്ത് ഒരേക്കർ നല്ല ഏലക്കാടിനെന്ന് 40 ലക്ഷം രൂപ വരെ വിലയുള്ള അവസരത്തിൽ 36 ഏക്കറിന് വെറും 1,15,75,000 രൂപ മാത്രമാണ് തീറാധാരത്തിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ 2019 കേരളത്തിൽ താമര വിരിഞ്ഞില്ലെങ്കിലും ഇന്ന് തുഷാറിന്റെ മകൻ ദേവ് തുഷാറിന്റെയും വെള്ളാപ്പള്ളിയുടെ ഭാര്യ പ്രീതി നടേശന്റെയും പേരിൽ വാങ്ങിയ ഏലം എസ്റ്റേറ്റിൽ ഇന്ന് ഏലക്ക നന്നായി വിളഞ്ഞു കിടക്കുന്നു. അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാറുമായുള്ള അഭിമുഖത്തിന്റെ 2ാം ഭാഗം. ഞങ്ങൾ താമര വിരിയിച്ചില്ലെങ്കിലും ആനവിലാസത്ത് നല്ല ഏലം വിളയിച്ചു. ഈ രാഷ്ട്രീയ നേതാക്കളുടെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് വളരെ പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയരാറുണ്ട്. പലപ്പോഴും അത് വളരെ എക്സാജറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉയർത്തിക്കാട്ടുക. ഇപ്പോൾ ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും ഇദ്ദേഹം ആനവിലാസത്ത് 42 ഏക്കർ സ്ഥലം വാങ്ങിക്കൂട്ടി എന്ന് പറയുന്നത് വെറും പ്രൊപ്പഗണ്ടയാണോ അതോ അതിനകത്ത് എന്ത് ഡോക്യുമെന്റൽ എവിഡൻസ് ആണ് ഇതിന് ഉള്ളത്? സുനിൽ, നമുക്കൊരു അങ്ങനെ ഒരു കാര്യം എന്നെപ്പോലൊരു അഭിഭാഷകൻ വന്നിരുന്ന് കള്ളം പറയാൻ എനിക്ക് പറ്റത്തില്ല. ഐ എം ടെല്ലിംഗ് ദ ട്രൂത്ത്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, എരുമേലി കൊണ്ട് സെക്രട്ടറി ആയ ശ്രീപാദം ശ്രീകുമാർ വെള്ളാപ്പള്ളിക്കെതിരെ വലിയൊരു പോരാളിയായി നിന്ന ആളാണ്. അദ്ദേഹം കട്ടപ്പന സബ് രജിസ്റ്റർ ഓഫീസിൽ പോയി അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ മുദ്രപത്രം വാങ്ങിയതുണ്ടോ? ഇതെങ്ങനെ ലഭിച്ചു? ശ്രീകുമാർ ശ്രീപാദം എരുമേലി, ഇദ്ദേഹം കട്ടപ്പന, ദിസ് എ പബ്ലിക് ഡോക്യുമെന്റ്, ദിസ് എ രജിസ്റ്റേർഡ് ഡോക്യുമെന്റ്, എ സെയിൽ ഡീഡാണ്. അത് പബ്ലിക്കാണ്. നാളെ സുനിൽ പോയത് കിട്ടും. ഇത് ശ്രീപാദം ശ്രീകുമാർ കട്ടപ്പന രജിസ്റ്റർ ഓഫീസിൽ 30/7/2020 തീയതി അപേക്ഷ കൊടുത്ത് 30/7/2020 തീയതി പകർപ്പ് തയ്യാറായി വാങ്ങിച്ചെടുത്ത കട്ടപ്പന രജിസ്റ്റർ ഓഫീസിലെ 3561/1/2019 എന്ന് പറഞ്ഞാൽ എന്താണ്? പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ 19 ഇലക്ഷൻ. ദിസ് ഈസ് ഓൾസോ അനദർ ഡോക്യുമെന്റ്. 3562/1/2019 3562 3561 ഈ പറയുന്ന ഡോക്യുമെന്റ്സ് മിസ്റ്റർ ശ്രീപാദം ശ്രീകുമാർ എരുമേലി യൂണിയന്റെ സെക്രട്ടറി ആയിരുന്നയാൾ കട്ടപ്പന സബ് രജിസ്റ്റർ ഓഫീസിൽ മുദ്രപത്രവും ഷീറ്റും ഹാജരാക്കി വാങ്ങിച്ചെടുത്ത അടയാള സഹിതം പാർപ്പിന്റെ കോപ്പിയാണിത്. ഇത് ശ്രീപാദം ശ്രീകുമാർ എനിക്ക് തന്നത്. കേവലം അത് താരിഫ് വിലയ്ക്കാണല്ലോ ഡോക്ക്. 1,15,75,000 രൂപയാണ് 36 ഏക്കറിന് വില പറഞ്ഞിരിക്കുന്നത്. 1,15,75,000. ഞാൻ ഇതിന് 2 കോടി കൊടുക്കാൻ തയ്യാറാണ്. എനിക്ക് തരുവാണെങ്കിൽ ഞാൻ മേടിച്ചോളാം. അവിടെ നിലവിലത്തെ ഒരു മാർക്കറ്റ് വില എന്ന് പറയുന്നത് 40 ലക്ഷത്തിന് മേലാണ് ഒരു ഏക്കർ കാടിന്റെ ഏലക്കാടിന്റെ. അത് ഏറ്റവും നല്ല ഏലക്കാട് എന്ന് പറഞ്ഞാൽ ആനവിലാസത്താണ്. ഇതാണ് 36 ഏക്കറിന് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഡോക്യുമെന്റ് കാണിച്ചിരിക്കുന്നതാണ്. അപ്പം ഇതൊക്കെ ഇവിടെ പോലും ഇത് യഥാർത്ഥ മാർക്കറ്റ് വിലയ്ക്കല്ല രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത്. അത്രയും വലിയൊരു ഡിസ്പാരിറ്റി ഇതിന്റെ അടിസ്ഥാന വിലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇതിനെതിരെ പെനാൽറ്റി ആര് ചർച്ച ചെയ്യാനുണ്ട്? ഇതിനകത്തുണ്ട്. ഇതിനകത്ത് 63,40,000 രൂപ ഇതിനകത്ത് കാണിച്ചത്. 6 ഏക്കറിന് 6 ഏക്കറിന് 63 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. ഈ 36 ഏക്കറിന് വെറും 1,15,70,000 കാണിച്ചിട്ടുണ്ട്. ഇത് നിസ്സാരമല്ലത്. ഇത് സത്യസന്ധമായ ഇതുണ്ട്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് സീൽ ഉൾപ്പെടെയുള്ളതാണ്. കണ്ടില്ലേ? ഇത് ശ്രീപാദം ശ്രീകുമാർ. ഇപ്പം ഈ ശ്രീപാദം ശ്രീകുമാറിനെയും വെള്ളാപ്പള്ളി പിടിച്ചെടുത്ത്. ഇതാണ് വെള്ളാപ്പള്ളി ഡേസിൻ്റെ ആണ്.
ഇപ്പം എൻ്റെ കൂടെ വലിയ ലെഫ്റ്റും റൈറ്റും നിന്നവരുണ്ട്. അവർക്ക് പൈസ കൊടുത്ത് മേടിക്കും. പൈസ കൊടുത്താണ് കാരണം ഇദ്ദേഹത്തിന് മുടക്കില്ലല്ലോ. പാവപ്പെട്ട യോഗത്തിൻ്റെയും ട്രസ്റ്റിൻ്റെയും പൂർവികരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ സ്ഥാപനങ്ങളിൽ കിട്ടുന്ന പൈസ കാണിച്ചുകൊള്ളങ്ങനെ വീട്ടിലിരുന്ന് മേടിക്കുകയാണ്. അതിൽ നിന്നെടുത്ത് കുറച്ച് പൈസ ആർക്കെല്ലാം കൊടുക്കുന്നതിന് എന്താണ്? ആര് ചോദിക്കാനാണത്? ശങ്കർ സാറിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ സംഭാവനകൾ മേടിച്ചിട്ടുണ്ട്. ഒരു പ്രസ്ഥാനം ചുമ്മാ ഉണ്ടാകത്തില്ലല്ലോ. ശങ്കർ സാറിനെ പോലുള്ള ആളുകൾ നെടിയരിയും പിടിയരിയും വാങ്ങി, അതാ ഒരു അരിയും അല്ല പിടിയരി ഒക്കെ ഇട്ട് വെക്കും. കഞ്ഞി വെക്കുമ്പോൾ അമ്മമാർ, ഈഴവ സമുദായത്തിൽപ്പെട്ട അമ്മമാർ ഒരു പിടി അരി ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് വെക്കും. അത് ഒരു മാസത്തിൽ ഇതിൻ്റെ പ്രവർത്തകർ ചെല്ലുമ്പോൾ അതെടുത്ത് കൊടുക്കും. അതുപോലെ കെട്ടുതേങ്ങ, ഒരു തെങ്ങ് സമുദായത്തിൽ കൊടുക്കും, അതിൽ തേങ്ങ. അങ്ങനെ ശങ്കർ സാർ ഉണ്ടാക്കിയതാണ് ഈ സ്ഥാപനം. ഒരു ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ അദ്ദേഹം പിരിച്ചു. ഞാൻ 1 കോടിക്ക് ശ്രമിച്ചവനാണ്. ഞാൻ മീനച്ചി താലൂക്കിൽ ഞാൻ വെറുതെ ഇരുന്നൊരു ഒരു യൂണിയൻ സെക്രട്ടറി അല്ല സുനിലേ. സമുദായത്തിന് കേരള ഗവൺമെൻറ്റിൽ നിന്ന് 25 ഏക്കർ ഞാൻ പതിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളിയുടെ സ്ഥലത്ത് കണ്ടിട്ട് പോലും അത് 10 ഏക്കർ അദ്ദേഹം യോഗത്തിന് ഞങ്ങൾ വിട്ടുകൊടുത്തത് അദ്ദേഹം ട്രസ്റ്റിൻ്റെ പേരിലാക്കി. ഞാൻ ചെന്ന് ചോദിച്ചു, അതെന്താ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നെ തല്ലാൻ വന്നു, എന്നെ തന്തയ്ക്ക് വിളിച്ചു. മനസ്സിലായില്ലേ? അതുകൂടാതെ ഞാൻ 15 ഏക്കർ അവരെ യൂണിയന് സർക്കാർ തന്നു. അതുകൂടാതെ ഞാൻ 20 ഏക്കർ സ്ഥലം മേടിച്ചു. പിന്നെ ഒരു ട്രസ്റ്റ് ഞങ്ങൾ തുടങ്ങി. അതിൽ 20 ഏക്കറിൻ്റെ ഭാഗത്തുനിന്ന് 5 ഏക്കർ ട്രസ്റ്റിനും വേറൊരു 5 ഏക്കർ ട്രസ്റ്റ് വാങ്ങിച്ചു. അപ്പോൾ എത്രയാവും? 25 ഏക്കറോളം ഭൂമി പർച്ചേസ് ചെയ്യാൻ നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ. എന്നെ ഇദ്ദേഹം എനിക്ക് സ്വസ്ഥത തന്നിട്ടുണ്ടോ? ഒരാളെ ഉപദ്രവിക്കുക, അവരെ ടാർഗറ്റ് ചെയ്താൽ നശിപ്പിച്ച് കളയും. കാരണം നമുക്കിതിനകത്തൊന്നും മിണ്ടാൻ പറ്റത്തില്ല. ഒരക്ഷരം നമുക്കിവിടെ റോളില്ല ഇതിനകത്ത്. ഇത് സത്യമാണിത്. ഇത് കാലം തിരിച്ചറിയും. കാലമല്ല, ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. അപ്പം തന്നെ സുനിൽ ചെയ്ത കഴിഞ്ഞ വീഡിയോ, പൊന്നുരുക്കുന്നിടത്ത് നടേശൻ എന്ത് കാര്യം ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കയറി നോക്കി. ഞാനിപ്പോൾ അത് നോക്കുമായിരുന്നു. ഒരു കമൻറ്റ് മിസ്റ്റർ നടേശൻ അനുകൂലമായിട്ടുണ്ടോ? ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ പൂച്ചക്കാർ മണി കെട്ടും. പൂച്ചക്കാർ മണി കെട്ടുമെന്നാണ് ഈഴവ സമുദായത്തിനും അറിയാം, പൊതുസമൂഹത്തിനും ഇതറിയാം. അപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട പിണറായിയെ പോലുള്ള ആളുകൾ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് നടക്കുന്ന അപ്പം അതിൻ്റെ ഒരു തെളിവാണല്ലോ ഇദ്ദേഹം ഭയങ്കര വാചകം അടിച്ചല്ലോ ഗണേശനെ മന്ത്രിയാക്കുന്നത്. എന്ത് സത്യപ്രതിജ്ഞ ചെയ്തല്ലോ. അപ്പം വെള്ളാപ്പള്ളിയുടെ പറഞ്ഞാൽ ഇത് ആരും കേൾക്കത്തില്ലെന്നതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, ആ ഒരു ഉപതെരഞ്ഞെടുപ്പിലും ഇന്ന് ഇതാ വീണ്ടും ഇദ്ദേഹം ആക്കരുതെന്ന് പറഞ്ഞ ഗണേശ് മന്ത്രിയാകുന്ന ഇൻസിഡൻ്റ് ഉണ്ടായി. അന്നേരം ഈ സമീപകാലത്തെ ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു പൊതുസമൂഹത്തിന് മനസ്സിലാക്കത്തില്ല എത്രത്തോളം പൊളിറ്റിക്കലി ഇവർ ശക്തരാണ്. ഇവർക്ക് യാതൊരുവിധ ഇമ്പാക്റ്റും പൊളിറ്റിക്കലി കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്ത വെറും ഒരു പഴയ പ്രതാപം പറഞ്ഞു നടക്കുന്ന വെറും ഒരു പ്രസ്ഥാനമായി മാറി എന്ന് ജനങ്ങൾക്ക് ഉറപ്പിക്കുവാനുള്ള ഒരു ഇൻസിഡന്റ് കൂടിയല്ലേ ഇന്ന് സംഭവിച്ചത്. തീർച്ചയായിട്ടും ഇവിടെ സമുദായം തലകുനിച്ചു പോയി. ഈഴവ സമുദായത്തിന്റെ തല കുനിഞ്ഞു. യാതൊരു പ്രസക്തിയില്ലാതെ പോയില്ല സാർ. ഈഴവ സമുദായാംഗങ്ങൾ ഇന്ന് പ്രധാനമായിട്ടും എല്ലാ പാർട്ടികളിലേക്കും അവർ ചിതറിപ്പോയില്ല. സത്യം പറഞ്ഞാൽ സംഘടിച്ച് ശക്തരാകാൻ പറഞ്ഞവർ ഇന്ന് വിഘടിച്ച് ഇന്ന് പല പല പ്രസ്ഥാനങ്ങളുടെ ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ ഇന്ന് ഈ പറയുന്ന എല്ലാ പ്രസ്ഥാനങ്ങളിലേക്കും ഇവർ വിഘടിച്ചു പോയില്ലേ? ഈ സംഘടനയ്ക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഇത് അവസാനം വെള്ളാപ്പള്ളിയുടെയും കുടുംബത്തിൻ്റെയും ഒരു പേഴ്സണൽ കമ്പനി എന്ന രീതിയിലേക്ക് ഈ പ്രസ്ഥാനം അധപതിച്ചു പോയില്ലേ? അത്രേ ഉള്ളൂ. ഇതിനകത്തിപ്പോൾ തന്നെ യൂണിയൻ്റെ ഭാരവാഹികളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു 10-18 വർഷം ഒരു യൂണിയൻ്റെ സെക്രട്ടറിയുടെ കാര്യദർശിയുടെ കസേരയിരുന്നയാളാണ്. ഞാൻ തൊടുപുഴ യൂണിയനും ഹൈറേഞ്ച് യൂണിയനും കട്ടപ്പന യൂണിയനും ഇദ്ദേഹം അഡ്മിനിസ്ട്രേറ്ററാക്കി. കാരണം ഇദ്ദേഹത്തിന് ഞാൻ കൂലിക്കല്ല പണിയെടുത്തത്, നിസ്വാർത്ഥമായി മാത്രം ജോലി ചെയ്തവനാണ്. ഒരു സ്ഥലത്തുനിന്നും എനിക്ക് ഞാൻ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ശമ്പളം എടുക്കുകയോ ഏതെങ്കിലും ചെയ്തിട്ടുണ്ട് പറയട്ടെ. അങ്ങനെ എന്തിനാന്നറിയോ എന്നെ ആക്കുന്നത്? നമുക്ക് പണിയറിയാവുന്നതുകൊണ്ടാണ് നമ്മളെ ജോലി ചെയ്യാൻ വിടുന്നത്. ആ ജോലി കഴിയുമ്പോൾ നമ്മുടെ ഉപയോഗം കഴിയുമ്പോൾ നമ്മുടെ പള്ളി കണ്ടിച്ചു, പിന്നെ നമ്മളെ വേണ്ട. സാർ ആദ്യം മുതൽ നോക്കൂ, ഇദ്ദേഹം വന്ന കാലം മുതലുള്ള ഓരോരുത്തരെ പരിശോധിച്ചു. നട്ടലുള്ള ഒറ്റ ഒരുത്തർ കേരളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഇയാളുടെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല. ഇയാളുടെ ചെലവിയുടെ കാല കയറി വീഴണം. കാല തൊട്ട് വന്നിക്കുമ്പം ഇടത് കൈക്കായും തലയിലോട്ടിങ്ങനെ കൈവെക്കുന്നത് ഇങ്ങനെ. ഇതാരെ കൊണ്ട് സാറേ പറ്റുന്നത്? ആണുങ്ങളെ കൊണ്ട് പറ്റുമത്? കുടുംബത്ത് പറഞ്ഞവൻ ഇത് കാണിക്കും. ഒരിക്കൽ ഞാനൊരു യൂണിയൻ സെക്രട്ടറി, അവിടെ പേര് ഞാൻ പറയുന്നില്ല, നമ്മുടെ അടുത്ത് പാലായ്ക്കടുത്തുള്ള യൂണിയൻ സെക്രട്ടറി, പുള്ളി നല്ല സൈസാണ്, പുള്ളി തടിയാണ്. ഞാനും പുള്ളിയും കൂടെ കയറി ചെന്നു. പുള്ളി അങ്ങോട്ട് വീണിട്ട് പുള്ളി കേൾക്കാൻ മേലതായിപ്പോയി. ഞാൻ പിന്നെ പിടിച്ചേൽപ്പിച്ച് ഞാൻ ചോദിച്ചു, അണ്ണാ ഇതൊക്കെ മോശമല്ലേ, ഇങ്ങനെ എന്തിനാണ് ഇത്, എങ്ങനെ നിലനിന്ന് പോകണ്ടേ, സന്തോഷമാക്കിയില്ലേ?
അങ്ങനെയുള്ള അതായത് വരി ഉടച്ച വണ്ടിക്കാളുകൾ എന്തിനാ ഇമാസ്കുലേഷൻ നടത്തുന്നത്? അവൻ്റെ ശേഷി കുറച്ച് അവനെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ്. ഇന്ന് ഈ പറഞ്ഞ വളരെ 100 പേരുടെ ഉദാഹരണം ഞാൻ പറയാം. സ്റ്റഫുള്ള ഒറ്റ ഒരുത്തിന് ഇതിനകത്ത് നിൽക്കത്തില്ല, അവൻ പുറത്തിയാടി ഓടും. പിന്നെ ഞാനാണ് ഇപ്പം 10-30 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. ഞാനിതൊന്ന് വിട്ടിപ്പോൾ എനിക്ക് സ്വസ്ഥമായപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഓഫീസിൽ തിരക്കാൻ എനിക്കൊരു മിനിറ്റ് സമയവുമില്ല. നമ്മുടെ വിലയേറിയ സമയവും പണവും ബുദ്ധിയും ശേഷിയുമാണ് നമ്മൾ ഈ സംഘടനയ്ക്ക് കൊടുത്തത്. ആ സംഘടനയ്ക്ക് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയതെന്താണ്? അതായത് യൂസ് ആൻഡ് ത്രോ. ഇത് സമുദായം ഇന്ന് ഇപ്പം ഈ കൂടെ കൂടുന്നവനുണ്ടല്ലോ, അവൻ്റെ ആയുസ് അധികം ഇല്ല. അവനെ ആ സമയം കഴിയുമ്പോൾ അവനെ അപ്പം ഇവൻ്റെ കസേരയിലേക്ക് വരാൻ അടുത്ത നോക്കി നിൽക്കുക. ഈ ആടിനെ ഇങ്ങനെ ഇല കാണിച്ച് വീടിക്കുന്ന പോലെയാണ്. പെട്ടെന്ന് ഇവനെ അങ്ങ് വെട്ടും. എന്നിട്ട് എവിടെയും സ്പ്ലിറ്റ് ഉണ്ടാകും. ഒരു യൂണിയനാണല്ലോ ഒന്നിച്ചാൽ പോകുന്നെങ്കിൽ അവർ രണ്ടാക്കി നിർത്തും. 2 പേരെ തമ്മിൽ യുദ്ധം ചെയ്യിക്കും. 2 പേരും ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പാക്കി പുള്ളി നിർത്തും. ഇത് നിസ്സാര അടവല്ലത്. ഇന്ന് ഇതിനകത്ത് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ MLA ആകാനും മന്ത്രി ഒരു പഞ്ചായത്ത് മെമ്പറെ സൃഷ്ടിക്കാൻ കഴിഞ്ഞോ ഈ സമുദായത്തിന്? ഒരു പഞ്ചായത്ത് മെമ്പറെ സാധിച്ചിട്ടില്ല. ഈ കുടിലതെല്ലാം പരമാവധി ഈ വെള്ളാപ്പള്ളി നടേശന്റെ കാലത്തോളം അല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ പ്രസ്ഥാനത്തിന് ഒരു ആയുസ് കാണുന്നുണ്ടോ? പ്രസ്ഥാനം എപ്പോഴും ഉണ്ടാവും. ഇത് അക്ഷയപാത്രമാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഒരു അക്ഷയപാത്രമാണ്. അതൊരിക്കലും നശിക്കില്ല. ഇത് സാക്ഷാൽ ഗുരുവിൻ്റെ സൃഷ്ടിയാണ്. അതല്ലേ ആശാൻ ഗുരുസ്തവത്തിനകത്ത് പറയുന്നത്, അങ്ങേ തിരുവുള്ളൂറിയൊരു അൻപിൻ വിനിയോഗം, ഞങ്ങൾക്ക് ശുഭം ചേർത്തിടുമി ഞങ്ങളുടെ യോഗം. ആശാൻ്റെ വരികളാണ്. ആശാൻ ഗുരുവിനെ തൊട്ടറിഞ്ഞ ആളാണ്. ആശാൻ ഗുരുവിൻ്റെ മനസ്സറിഞ്ഞ ആളാണ്. ഗുരു ആരാണെന്ന് പ്രത്യക്ഷത്തിൽ കണ്ടയാളാണ്. ഷഷ്ഠപൂർത്തിക്ക് എഴുതിയ പ്രാർത്ഥനയാണ് അത് ഗുരുസ്തവം. എല്ലാ ഭക്തന്മാരും ചൊല്ലുന്നതാണ് നാരായണമൂർത്തിയെ തുടങ്ങുന്ന ആ പ്രാർത്ഥന. അതിലെ വരിയാണ് ഞാൻ പറഞ്ഞത്, അങ്ങേ തിരുവുള്ളൂറിയൊരൻപിൻ. ഗുരുവിൻ്റെ ആ തിരുവുള്ളത്തിൽ നിന്ന് ഊറി വന്ന കരുവിൻ്റെ കരുണയുടെ ഒരു പ്രതിരൂപമാണ് ഈ സംഘടന. ഈ സംഘടനയെ ഒരു നടേശൻ വിചാരിച്ചാലും തകരത്തെ. നടേശൻ പോയാൽ നടേശൻ്റെ 100 മാറ്റമുള്ള ആളുകൾ ഈ സംഘടനയ്ക്കകത്ത് വന്നു. SNDP യോഗം കേരളത്തിൽ ആദ്യത്തെ സംഘടനയാസനല്ലേ, ഇന്ത്യ രാജ്യത്തെ 2ാമത്തെ സംഘടനയാണ്. ഈ സംഘടനയെ എന്നെപ്പോലുള്ള ആളുകൾ കണ്ടത് ദൈവീകമായിട്ടാണ്. ഈ സംഘടന ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഈ തിരുവനന്തപുരത്തുള്ള മംഗളാലയം ബംഗ്ലാവിൽ 5-6 പേര് കൂടിയിരുന്നുണ്ടായ ഒരു സംഘടനയാണ്. ഒരുപാട് ആൾക്കൂട്ടം നടേശൻ BDS ഉണ്ടാക്കിയ പോലെ 1,00,000 പേരെ വെച്ച് ഉണ്ടാക്കിയ സംഘടനയല്ലത്. കാരണം ഇത് ഈശ്വര സൃഷ്ടിയാണ്. ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ പരമഹംസനാണ്, ശരിക്കും ദൈവമാണ് എന്നെ സംബന്ധിച്ച്. ഗുരുവൻ ആദ്യത്തെ പഞ്ചലോക വിഗ്രഹം പണിതിച്ച് ക്ഷേത്രം പണിത് പ്രതിഷ്ഠിച്ച ഒരു ശാഖയുടെ പ്രസിഡന്റായാണ്. ഐ ആം ടെല്ലിങ് ഫ്രം മൈ എക്സ്പീരിയൻസ്. മറ്റൊരാളുടെ കഥ വായിച്ച് പറയുന്നയാളല്ല ഞാൻ. വിദ്യാഭ്യാസം കൊണ്ട് സ്വതന്ത്രരാകുവിൻ എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം അറിഞ്ഞ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരു സ്ഥലത്ത് ചെന്ന്, പാലാ പോലുള്ള സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ജനങ്ങളെ സംഘടിപ്പിച്ച് അവിടെ ഒരു സെൻറ്റിന് മാർഗമില്ലാത്ത സ്ഥലത്ത് ഇത്രയേക്കർ ഭൂമി വിലയ്ക്ക് വാങ്ങിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കിയെങ്കിൽ അത് ചെറിയ കാര്യമല്ല. രണ്ടും ഉണ്ട്, പ്രസിദ്ധ സംഘടനയും വിദ്യാഭ്യാസവും. ഞാൻ ശാഖാ പ്രസിഡൻ്റായിരുന്ന സ്ഥലത്ത് ആദ്യം ചെയ്തൊരു സ്കൂൾ പണിയാണ് ചെയ്തത്. 2 നില സ്കൂൾ കെട്ടിടം പണിയിച്ചിട്ട് പോകുന്നയാളാണ് ഞാൻ. ഇനി ഇതിൻ്റെ ഒരു ജനങ്ങളോട്, അതായത് സമുദായാംഗങ്ങളോട് പറയുവാനുള്ളത് എന്താണ്? ഇനിയും അവർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി. ഇനിയും തലയിൽ വെളിച്ചം എത്താത്ത സമുദായാംഗങ്ങളോട് എന്താണ് പറയുവാനുള്ളത്? എന്ത് പറയാനാ? ഗുരുസ്വാമി എല്ലാം കാത്തുരക്ഷിക്കും. ഗുരുവിൻ്റെ ഇപ്പം തന്നെ ശിവഗിരി തീർത്ഥാടനം നടക്കുകയാണ്. ഞാൻ 96-95 എൻ്റെ ഓർമ്മ പോവുകയാണ് പുറകോട്ടെ. അന്ന് ശിവഗിരി തീർത്ഥാടന സമയം അറിയാമല്ലോ, ജനലക്ഷങ്ങൾ വന്നു പോകുന്നതാണ്. നിസ്സാരം വിരലെണ്ണാവുന്ന ആളുകൾ ആരംഭിച്ച പദയാത്ര ഞങ്ങളുടെ കോട്ടയം ജില്ലയിൽ വെച്ചാണ് ഗുരു അനുവാദം കൊടുക്കുന്നത് 1928. പക്ഷേ 28 അനുവാദം വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർക്കും കിട്ടൺ റൈറ്റർക്കും കൊടുത്തെങ്കിലും പദയാത്ര അപ്പോൾ ആരംഭിച്ചില്ല. ഗുരു അന്ന് പറഞ്ഞതെല്ലാം അക്ഷരാർത്ഥത്തിൽ കറക്റ്റാണ്. അന്ന് 5-6 പേര് മഞ്ഞ ഉടുപ്പും മഞ്ഞ കൊടിയും പിടിച്ച് വന്നപ്പോഴത്തേനും മഞ്ഞക്കിളികളെ എന്ന് പറഞ്ഞ് കൂവി കളിയാക്കി. അതിന്ന് ലക്ഷങ്ങളായി മാറി തീർത്ഥാടനം. അതിന് ഗുരുവിൻ്റെ ലക്ഷ്യങ്ങളുണ്ട്, അഷ്ടലക്ഷ്യങ്ങൾ. ആ ലക്ഷ്യങ്ങൾ അവിടെ വരുന്ന ആളുകൾ വന്ന് ശ്രോതാക്കളായിരുന്ന് ശ്രദ്ധയോടെ കേൾക്കണം, അത് ജീവിതത്തിൽ പകർത്തണം എന്നാണ് ഗുരു പഠിപ്പിച്ചത്. അന്ന് ഞാൻ ഇന്നും ഓർക്കുവാണ്, ഇദ്ദേഹം വന്ന അവിടേക്ക് ഇദ്ദേഹത്തെ പുകഴ്ത്തി കഥാപ്രസംഗം പറയുമായിരുന്നു. സൂര്യൻ ഉദിച്ചൊന്നു ഈ ഇടവർക്കടയിലെ സൂര്യനാന്നൊക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി. ഇപ്പോഴത്തെ ശിവഗിരി നാളെ അവിടെ പോകുമ്പോൾ ആ നോട്ടീസ് എടുത്തൊന്ന് വായിച്ച് വെറും ഒരു
പ്രഭാഷണങ്ങൾക്കകത്തൊരു പ്രഭാഷകനായിട്ടാണ് വെള്ളാപ്പള്ളി സ്ഥിതി. മഠത്തിനും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി അല്ലേ എന്ന് ഓർത്തുകൊണ്ടൊരു പേര് വെക്കുന്നതേ ഉള്ളൂ. അല്ലാതെ അവിടെ വലിയ പദവിയോ ഉദ്ഘാടനമോ അധ്യക്ഷനോ ഒന്നും ആക്കിയിട്ടില്ല. 3-4 പ്രഭാഷണങ്ങൾക്കിടയിൽ ഒരു പ്രഭാഷകൻ. അപ്പോൾ SNDP യോഗത്തിൻ്റെ പ്രസക്തി ഇന്ന് ധർമ്മസംഘത്തിൻ്റെ മുമ്പിൽ എന്താണെന്ന് ആ നോട്ടീസ് വായിച്ചപ്പോൾ മനസ്സിലാവുമല്ലോ. സ്വാമിമാർക്കും അറിയാം. ഒരു നട്ടലിലുള്ള സന്യാസി ഉണ്ടാകണം ഈ സമുദായത്തിന്. ഗുരു നട്ടലിലുള്ള ആളായിരുന്നു. ഗുരു ആരെങ്കിലും വാളെടുക്കുകയോ ആയുധമെടുക്കുകയോ ചെയ്തോ? ഈ വലിയ സാമൂഹിക വ്യവസ്ഥയ്ക്ക് വേണ്ടി പോരാടാൻ മൗനം, വളരെ നിസ്സാര വാക്കുകൾ കൊണ്ടല്ലേ പോരടിച്ചത്. അരിവുപ്പുറത്ത് 1888 പ്രതിഷ്ഠ നടത്തിയപ്പോൾ കരുതുള്ളിയ സവർണറുടെ മുമ്പിൽ ഗുരു എന്നെ ചോദിച്ചത്, നീ ആരുടെ ചോദിച്ചിട്ടാടാ പ്രതിഷ്ഠിച്ച് ഉടക്കാൻ വന്നില്ലേ, വഴക്കുണ്ടാക്കാൻ വന്നില്ലേ? അവർ സംഘടിച്ച് വന്നപ്പോൾ പറഞ്ഞു, നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. അത് ഇത്ര സിമ്പിളായിട്ട് അത് പരിഹരിച്ചത്. ആ ഗുരു ഒരായുധവും എടുത്തിട്ടില്ല. നമുക്കിപ്പോൾ ഉണ്ടാവേണ്ട എന്താണ് ഇതിൻ്റെ പരിഹാരം? സമുദായത്തിന് ഈ ഈഴവ സമിതി രക്ഷപ്പെടണമെങ്കിൽ ധർമ്മസംഘത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ സമുദായത്തിൽ നിന്ന് നട്ടലിലുള്ളൊരു സന്യാസി ഇതിനെ നയിക്കുന്നൊരു കാലം വരണം. ഗുരുവല്ലായിരുന്നു ഇതിനെ നയിച്ചത്. ഇതിൻ്റെ വഴിയും വഴികാട്ടിയും വെളിച്ചവും ഇതിൻ്റെ ശോഭയും പ്രഭയും എല്ലാം ഗുരുവല്ലായിരുന്നോ? സശരീരനായിരുന്ന കാലം അത്രയും യോഗത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഗുരു. അപ്പോൾ ഒരു സന്യാസി ഉണ്ടാവേണ്ടിയിരിക്കുന്നു, എങ്കിലേ ഇത് രക്ഷയുണ്ടാവും. അല്ല, ഇത് രക്ഷപ്പെടാൻ വലിയ പാടാണ്. ഇത് മുഴുവൻ വ്യവസായവൽക്കരിച്ചു, സ്വകാര്യവൽക്കരിച്ചു. ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു റോളും ഇല്ല. ഇതിനകത്ത് മിക്കവാറും എല്ലാം ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണ്. കള്ളുഷാപ്പുകാരൻ, ബ്ലേഡുകാരൻ. എനിക്ക് ഈ ഒരു നല്ല ഉടുപ്പൊക്കെ ഒരു ഷോ കാണിക്കാനുണ്ടായി. ഞാൻ പറഞ്ഞു, ഇതിനൊരു ശാസ്ത്രീയ, ഇപ്പം തന്നെ ഞാൻ പറഞ്ഞതിനകത്ത് ഞാൻ നിസ്സാരമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ മകനോ തെറ്റുകൂടാതെ ഗുരുഷക്കവും ഗുരുസ്തവും ദൈവദശവും ചൊല്ലിക്കേൾപ്പിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ ദൈവദശവും സർവമത പ്രാർത്ഥനയാണ്. തെറ്റുകൂടാതെ ചൊല്ലിക്കേൾപ്പിക്കട്ടെ. അതുപോലും അത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. മറിച്ച് നമ്മൾ കുമാരനാശാൻ മുതലുള്ളവരെങ്കിൽ പഠിച്ചേ. ആശാൻ ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആരായിരുന്നു? സി കേശവൻ ആരായിരുന്നു? യോഗത്തിൻ്റെ നേതാക്കന്മാരെ കുറിച്ച് ഞാൻ പറയുന്നത്. ആർ ശങ്കർ, സഹോദരൻ അയ്യപ്പൻ, TK മാധവൻ, MK രാഘവൻ, ഡോക്ടർ രാഹുലൻ, KK വിശ്വനാഥൻ, അഡ്വക്കേറ്റ് K ഗോപിനാഥൻ. അവിടെ വരെയുള്ള ആളുകളിൽ നിന്ന് ഒരു പഠനം നടത്തിക്കേ. അപ്പോൾ തന്നെ ഒരു യോഗത്തിന് പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാണ് അദ്ദേഹത്തെ കാണും. ഒരു തരം ഈ KP ഉമ്മർ പ്രസംഗിച്ചത് ഞാനൊരു വികാര ജീവി എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മുടെ ജനറൽ സെക്രട്ടറി നാണമില്ലേ? അങ്ങനെ ഒരു ഡോക്ടറല്ലേ അദ്ദേഹം? നല്ലൊരു സർജനാണ്. ശാശ്വതികാനന്ദ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ്. ഇപ്പോൾ ഇരിക്കുകയാണ് ഇങ്ങനെ ട്രസ്റ്റിൻ്റെ ഇതൊക്കെ ആയിട്ട്. എന്തെങ്കിലും റോളുണ്ടോ? ഒരു തെറ്റ് കാണുമ്പോൾ തെറ്റാണെന്ന് പറയാനുള്ള ആർജവമാണ് ആണുങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഈ മടയത്തരങ്ങളും മണ്ടത്തരങ്ങളും കണ്ടിട്ട് നമ്മളെയൊക്കെ വിളിച്ചിട്ട് പറയും, എന്ത് ചെയ്യാനാ വക്കീലേ എന്നൊക്കെ പറഞ്ഞു വികാരജീവിയാവും നമ്മളോട്. പക്ഷെ ഇയാൾ എന്താണ്, ആശാനെ കാണുമ്പോൾ കവാത്ത് മടക്കുമെന്ന് പറഞ്ഞു പോലെ. ഇതിനകത്ത് ഈ കൗൺസിൽ എന്ന് പറഞ്ഞൊക്കെ ഇരിപ്പുണ്ടല്ലോ കുറേ എണ്ണം. ഒരെണ്ണത്തിന് സ്റ്റാഫുള്ള ഒരാളുടെ പേര് പറ. പണ്ടൊരു യോഗം കൗൺസിലിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം. അത് എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഒരു യോഗം കൗൺസിലർ പറഞ്ഞാൽ വലിയ പദവിയാണ് അത്. നീ യോഗം കൗൺസിലർ പറഞ്ഞാൽ ആർക്കറിയാം? ഇവന്മാർക്ക് അവിടുത്തെ കണക്ക് വല്ലതും അറിയോ? ഇവന്മാർ വല്ല കണക്ക് ചോദിച്ചിട്ടുണ്ടോ അവിടെ പോയിരിക്കുന്നവന്മാർ? SNDP യോഗം കൗൺസിലിൻ്റെ ജോലിയാണ് ഇതൊക്കെ കണക്ക് പരിശോധിക്കുക, നോക്കുക, പഠിക്കുക, രസീത് എഴുതുന്നത്. ഇവരും വല്ല അവിടെ പോയി പോകും. അവിടെ ചെല്ലുക, നല്ല ഒന്നാമതൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, നല്ല ഫിഷ് മോഡി എല്ലാം കൊടുക്കും. ചെല്ലുമ്പോഴേ ഭക്ഷണം റെഡിയായിട്ട് കഴിച്ചോളാൻ പറയും, പൊക്കോളാൻ പറയും. 4 പേരെ കൊണ്ട് ഫ്രണ്ട് ഇരുത്തും. കണക്ക് അവതരിപ്പിക്കാൻ തുടങ്ങുമ്പോഴേ അല്ല ഞങ്ങൾ സമ്മതിച്ച് പാസ്സാക്കി, 2 പേര് കൈയടിക്കും. എന്നാൽ വായിക്കണ്ടല്ലോ അല്ലേ, അപ്പം തന്നെ പാസ്സാക്കി. ഇത്രയേ ഉള്ളൂ ഇവിടെ 10-26 വർഷമായിട്ട്. ചോദിക്കാൻ സ്റ്റാഫുള്ളവർ ഒറ്റ ഒരുത്തരുണ്ട് പറയട്ടെ. SNDP യോഗത്തിൻ്റെ കണക്ക് മാസാന്ത്യം അനുസരിച്ച് ഇപ്പോൾ പാസ്സാക്കിയതായിട്ടൊന്ന് ധൈര്യമുണ്ട് പറയട്ടെ, ഞാൻ വെല്ലുവിളിക്കാം. അതിനുള്ള ആർജവമുള്ള ഒരു ഒറ്റ കൗൺസിലർ SNDP യോഗത്തിൻ്റെ കൗൺസിലുണ്ടെങ്കിൽ, ഒരു യോഗം പ്രസിഡന്റ് ഇന്നുണ്ടെങ്കിൽ, ഞാൻ വെല്ലുവിളിച്ചാണ് ചോദിക്കുന്നത്. ഇതിനകത്തൂടെ ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ. ഇല്ല, അവിടെ പോയി ഫിഷ് മോളിയും മട്ടൻ ചാപ്സും അടിച്ചിട്ട് പോരുക എന്നല്ലാതെ ഇവനൊന്നും ഒരു പ്രസക്തിയില്ല. അവിടെ ചോദിച്ചു പോയാൽ അവൻ പിന്നെ ഇതിനകത്തില്ല, പുറത്തു പോകും. അപ്പം എല്ലാവരും ഇതൊക്കെ ആയിട്ട് നടക്കാമല്ലോ, അത്രേ ഉള്ളൂ.
അത് ഈ ഇപ്പം തന്നെ ശ്രീപാദം ശ്രീകുമാർ ഈ തിരിച്ചു പോയെന്ന് പറയും, തിരിച്ചവിടെ പോയി വെള്ളാപ്പള്ളിയുടെ കൂടെ പോയെന്ന് പറയുമ്പം സത്യം പറഞ്ഞ് ഞാൻ ലജ്ജിച്ചു പോവാണ്. ഒരു ദിവസം 3 വീഡിയോ വെള്ളാപ്പള്ളിയുടെ തെറി പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നവൻ, ഈ ആധാരം പോയി എടുത്തുകൊണ്ട് വന്നവൻ വെള്ളാപ്പള്ളിയുടെ അവിടെ പോയി പാളയത്തിൽ പോയി അയാളുടെ അവിടെ പോയി വീട്ടിൽ പോയി കമന്ന് വീണെന്ന് പറയുമ്പോണ്ടല്ലോ, ഇവനൊക്കെ ആണുങ്ങളാണോ? എനിക്കൊക്കെ സ്വസ്ഥത വന്നിട്ടില്ല. എന്നെ വലിച്ചിറക്കി ഈ വെള്ളാപ്പള്ളിക്കെതിരെ പോരാടാൻ വേണ്ടി എന്നെ രംഗത്ത് കൂടുന്ന ആളാണ് ഈ ശ്രീകുമാർ. നമ്മളൊക്കെ എടുത്താൽ നാളെ മരണപ്പെട്ടു പോയാൽ പോലും ഡൂ ഓർ ഡൈ എൻ്റെ കാഴ്ചപ്പാട്. നാളെ മരിച്ചു പോയാൽ പോലും നേടുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കും. എന്നെ രക്ഷിച്ചത് ഗുരുവാണ്. പല കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ കരസ്പർശം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ ഒരു തലോടൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ഒരു പള്ളി കോളേജിന് തകർക്കാൻ ഇയാൾ പഠിച്ച പണി 18 നോക്കി. ഇപ്പം തൊടുപുഴ യൂണിയൻ തുടങ്ങിയ കോളേജ് ഒരു ട്രസ്റ്റായിരുന്നു. ഈ അടുത്ത ദിവസം ലേലമായി 25/1/24 അത് ലേലം ചെയ്ത് പോവാണ്. എല്ലാവരെ കൊണ്ട് ഇയാളുടെ പണി ഇത് എന്തൊരു എത്ര എല്ലാം പൊട്ടിച്ചു കളഞ്ഞു. നടേശൻ 4 രൂപ 100 രൂപ കേരളത്തിൽ ഏതെങ്കിലും ഒരു യൂണിയനെ സഹായിച്ചിട്ടുണ്ടെന്ന് നടേശൻ പറയട്ടെ. നടേശൻ ചെയ്യും. എന്നാ ചെയ്യുന്നത്? ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കൊടുപ്പിക്കും. ധനലക്ഷ്മി ബാങ്ക് ഷെഡ്യൂൾ എന്ത് ബാങ്കാണ്? നാഷണലൈസ്ഡ് ബാങ്കാണോ? പ്രൈവറ്റ് ബാങ്കാണ്. നടേശൻ്റെ ഷെയർ പരിശോധിക്കണം. മൈക്രോ ഫിനാൻസ് തുടങ്ങിയ കാലം മുതൽ നടേശൻ്റെ കുടുംബാംഗങ്ങൾക്ക് നടേശന് എത്ര ഷെയർ ധനലക്ഷ്മി ബാങ്കിലുണ്ടെന്നുള്ള പരിശോധന നടത്തണമെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എന്നാണ്. ഇത് ചില്ലറ കളിയല്ല. 10-10,000 കോടി രൂപ ഇവിടെ പാവപ്പെട്ടവർ കൊടുത്തിട്ടുണ്ട്, സ്ത്രീകൾ കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം എന്തെങ്കിലുമൊക്കെ അണ്ടർഗ്രൗണ്ട് ഏർപ്പാടുള്ളത് കൂട്ടിക്കും. എല്ലാം ധനലക്ഷ്മി ബാങ്കിലേക്ക് കൊടുക്കുന്നത്. വേറെ ബാങ്കുമായിട്ട് എന്നാൽ പുള്ളിക്ക് പിടിക്കുകയില്ല. SBI-യോ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് താല്പര്യമില്ല. പുള്ളിക്ക് ധനലക്ഷ്മി തന്നെ. ഇപ്പം പുതിയൊരു കോളേജ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുള്ളിക്ക് പ്രസംഗിക്കാൻ വരുക, ഉദ്ഘാടകനായിട്ട് വരികയാണ്. കൊള്ളാം, നിങ്ങൾ മിടുക്കരാ എന്നൊക്കെ പറയും. വേണ്ട, അപ്പം വേറെ ഏതെങ്കിലും ഒരു യൂണിയൻകാരൻ അപ്പുറത്തിരിപ്പുണ്ട്, കണ്ടുപഠിക്കണോ ഇവരെ ഇതെല്ലാം അങ്ങോട്ട് കുറ്റം പറച്ച് വെക്കാട്ടിരിക്കും. എന്ത് പറയും? നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തതല്ലേ, സ്ഥലമൊക്കെ മേടിച്ചതല്ലേ, നിങ്ങൾക്ക് ഞാൻ 2 കോടി രൂപ തരും. അപ്പോൾ ജനം എല്ലാം അവിടെ കൈയടിക്കും. ഓ, ജനറൽ സെക്രട്ടറി 2 കോടി രൂപ, 2 കോടി രൂപയുടെ വീട്ടിൽ നിന്ന് എടുത്ത് തരുമെന്നാണ്. ആധാരം കൊണ്ട് കൊടുക്കാൻ പറയും. ധനലക്ഷ്മി ബാങ്ക് കൊണ്ട് അവിടെ കൊണ്ട് ലോൺ എടുത്ത് കൊടുക്കും. അവസാനം ധനലക്ഷ്മി ബാങ്ക് സ്ഥലം കൊണ്ട് പോകും. ഇതാണ് കളി. ശിവഗിരി മഠത്തിനും ചെമ്പഴന്തി അവിടെ ഇത് നടത്തി. ഗുരുവിൻ്റെ ഇതുണ്ടായിരുന്നു, പണ്ട് നടത്തേണ്ടിയിരുന്ന യതിപൂജ ഒക്കെ നടത്താൻ ഇവരുണ്ട്. അതിന് ഞങ്ങളൊക്കെ ലക്ഷങ്ങൾ കൊണ്ട് പിരിച്ചു കൊടുത്തവരാ. ഓരോ യൂണിയനും കോട്ടായിട്ടിരിക്കുകയാണ്, ഇത്ര ലക്ഷം. ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപ പരിപാടികളൊക്കെ ആയിട്ട് കൊണ്ട് കൊടുത്തു. അതിപ്പോഴും ശിവഗിരിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പുള്ളി എൻ്റെ ഒരു കൺവീനറോ അങ്ങനെ എന്തോ സംതിങ് ഡിസ്പ്യൂട്ട് ഈസ് ദെയർ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ജോലി ചെയ്ത പണത്തിൽ നിന്ന് എത്ര രൂപ ഈ സമുദായത്തിലെ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ശാഖായോഗത്തിനോ ഒരു യൂണിയനോ കൊടുത്തിട്ടുണ്ട്? ഇതിൻ്റെ ഒരു ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സമുദായാംഗങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റാവുന്ന ഒരു കൺക്ലൂഡിങ് ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ഒരു കൺക്ലൂഷൻ. ബഹുമാനപ്പെട്ട സമുദായങ്ങളോടുള്ള എൻ്റെ അപേക്ഷ, നിങ്ങളിൽ കാതുള്ളവർ കേൾക്കണം, കണ്ണുള്ളവർ കാണണം. ഒരു സത്യമാണെന്ന് തുറന്നു പറയാനാണ് ഗുരു പഠിപ്പിച്ചത്, അസത്യമല്ല ഗുരു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ അസത്യവും ഒരു നീചമായ പ്രവൃത്തിയും കാണുമ്പോൾ ഇത് ശരിയല്ല എന്ന് തുറന്നു പറയാനുള്ള ആർജവം സമുദായത്തിനുണ്ടാകണം. പിന്നെ തീർച്ചയായും ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം ഈ സമുദായത്തിനും ഈ നാടിനും ഉണ്ടാകും. ഒരു കാലം ഇതെല്ലാത്തിനകത്തും ഉള്ളതാണ്. ഏത് സംഘടനയ്ക്കും ഏത് പ്രസ്ഥാനത്തിനും ഓരോ സ്റ്റേജുകളുണ്ട്. ഇൻക്രീസിങ്, കോൺസ്റ്റൻറ്റ്, ഡിക്രീസിങ് എന്ന് പറയുന്ന ഒരു ഡിമിനിഷിങ് സ്റ്റേജ്. ഇതിപ്പം സമുദായത്തിൻ്റെ ഡിമിനിഷിങ് സ്റ്റേജ്, ഒരു മലയുടെ മുകളിൽ താഴേക്ക് ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് തീരത്തില്ല. SNDP യോഗം ഒരു പടക്കുതിരയെ പോലെ ഉയരും. ആണുങ്ങളിനകത്ത് നയിക്കാൻ വരും. സത്യസന്ധരും കോൺഫിഡൻ്റ് ഉള്ളവരും ഭക്തിയുള്ളവരും യോഗത്തെ നയിക്കുന്ന ഒരു ദിവസം വരും. ശ്രീനാരായണ ധർമ്മവും ശ്രീനാരായണ ദർശനവും എന്താണെന്ന് അറിയുന്ന ആളുകൾ SNDP യോഗത്തിൻ്റെ തലപ്പത്ത് വരുന്നൊരു ദിവസം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 100%. പിന്നെ ഒരു ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, ഗോഡ് സീസ് ദി ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ യോഗാംഗങ്ങളെ സംബന്ധിച്ച്, ഗുരുഭക്തരെ സംബന്ധിച്ച് ഗുരു ദൈവമാണ്. ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് എന്നൊരു ചൊല്ലുണ്ട്.
ഒരാളെ അങ്ങോട്ട് പല പോലെ വളർത്തും. അപ്പോൾ അഹങ്കാരം കൊണ്ടാണല്ലോ അതെല്ലാം എൻ്റെതാണെന്നാണ് തോന്നലുണ്ടാവുമല്ലോ. എല്ലാം കഴിഞ്ഞതെല്ലാം ദൈവം ഒരു പിടുത്തമുണ്ട് ഇതിനകത്ത് ഇങ്ങനെ അവസാനം. അതിനുള്ള സമയം സംജാതമായിട്ടുണ്ട്. അതുകൊണ്ട് സമുദായ അംഗങ്ങൾ ഐക്യത്തോടുകൂടി ശരിയുടെ പക്ഷത്ത് നിൽക്കുക, ഗുരുപക്ഷത്ത് നിൽക്കണം എന്ന് എൻ്റെ അപേക്ഷ. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.